ഹലോ എവരിവൺ, ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കേസാണ്. പക്ഷെ ആ ഒരു സിമ്പിളായിട്ടുള്ളൊരു കേസായിട്ട് പോലും പലരും അത് മനസ്സിലാക്കാതെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അത് വേറെ ഒന്നുമല്ല, ഞാൻ എപ്പോഴും പറയുന്നൊരു കേസാണ്. പുതിയ മോട്ടോർ സൈക്കിൾസ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ പോയി വാങ്ങിക്കരുത് എന്നുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ഏതൊരു മോട്ടോർ സൈക്കിൾ എടുക്കുകയാണെങ്കിലും ഏതൊരു കാർ എടുക്കുകയാണെങ്കിലും ഏതൊരു വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും ആദ്യത്തെ ബാച്ചിൽ വരുന്ന ആ ഒരു വാഹനം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബീറ്റ വെർഷൻ പോലെയുള്ള ഒരു മോഡലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അതിനെ എന്താ പറയുക, അതൊരു പ്രോപ്പറായിട്ടുള്ള പല കാര്യങ്ങളും പ്രോപ്പർ ആയിരിക്കില്ല. അതിൻ്റെ എഞ്ചിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ചാസിസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ റൈഡ് ക്വാളിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഡ്രൈവ് ക്വാളിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഏതൊരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ബീറ്റ വെർഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിൽ ഞാൻ പറഞ്ഞ പല കമ്പനികളിൽ നിന്ന് കണ്ടിട്ടുണ്ടാവും. ചില മീഡിയ ഡ്രൈവിനൊക്കെ പോകുമ്പോൾ മീഡിയ ഡ്രൈവറുടെ അടുത്ത് കമ്പനി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും ഇതൊരു ബീറ്റ വെർഷനാണ്, അല്ലെങ്കിൽ ഇതൊരു ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോട്ടോടൈപ്പാണ്. അങ്ങനെയുള്ള പല തള്ളുകളും നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്തായാലും ഇപ്പോൾ ആ ഒരു മീഡിയയ്ക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു പ്രൊഡക്റ്റുകളാണ് ഇപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ കാശ് കൊടുത്തിട്ടാണ് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്. ആ ഒരു പ്രൊഡക്റ്റിൻ്റെ എന്താ പറയുക, ആ ഒരു പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യേണ്ടത് ഒരു കസ്റ്റമർ അല്ല, ഒരു മാനുഫാക്ചർ ആണ്, അല്ലെങ്കിൽ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീമാണ്. ആ ഒരു സമയത്ത് നമ്മളെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിച്ച് പിന്നെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ സോർട്ട് ചെയ്ത് പിന്നീട് ആ ഒരു പ്രൊഡക്റ്റ് നന്നാക്കി ഇറക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ നിർത്തേണ്ടതായിട്ട് അതിക്രമിച്ചു കഴിഞ്ഞു. ആ ഒരു സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും മനസ്സിലാക്കുക. പിന്നെ ഞാൻ ഇപ്പോഴും പറയുന്നത് പ്രോട്ടോടൈപ്പ് ആയിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ബാച്ച് മോട്ടോർ സൈക്കിൾസ് ആണെങ്കിലും കാറുകളാണെങ്കിലും പർച്ചേസ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് വരുന്നൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ആണെങ്കിൽ പിന്നെ എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുക, അല്ലെങ്കിൽ ആരാണ് മോട്ടോർ സൈക്കിൾ വാങ്ങിക്കുക, അല്ലെങ്കിൽ ആരാണ് കാർ വാങ്ങിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചിലർ ചിലപ്പോൾ എൻ്റെ ഏറ്റവും ആദ്യത്തെ മോട്ടോർ സൈക്കിൾ എൻ്റെ ആയിരിക്കണം, ഏറ്റവും ആദ്യത്തെ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മോഡലിൻ്റെ കാർ എൻ്റെ ആയിരിക്കണം, മോട്ടോർ സൈക്കിൾ എൻ്റെ ആയിരിക്കണം എന്നുള്ള മൈൻഡുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ സഹിക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോ, ഞാൻ ആരെയും എതിർക്കുന്നില്ല. പക്ഷെ കുറച്ച് പേരെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്. നിങ്ങൾ ഏറ്റവും ആദ്യത്തെ ബാച്ച് മോട്ടോർ സൈക്കിളോ കാറോ വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും സഹിക്കേണ്ടി വരും. അത് ഏത് ബ്രാൻഡാണെന്നൊന്നും ഇല്ല കേട്ടോ. കാറാണെങ്കിലും മോട്ടോർ സൈക്കിൾ ആണെന്നുണ്ടെങ്കിലും ഏതൊരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ അഡ്വഞ്ചർ എടുക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇനി വരാൻ പോകുന്ന എക്സ്പൾസ് 210 എടുക്കുകയാണ്, ഏതൊരു മോഡൽ എടുക്കുകയാണെങ്കിലും ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഇതിനൊരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മോട്ടോർ സൈക്കിൾ വാങ്ങിക്കുകയാണ്, ഏറ്റവും ഫസ്റ്റ് ബാച്ച് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ഫസ്റ്റ് ബാച്ച് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നവർ കറക്റ്റായിട്ട് പ്രതികരിക്കണം. എങ്ങനെ പ്രതികരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ അങ്ങനെയുള്ള അല്ലെങ്കിൽ യൂട്യൂബ് പോലെയുള്ള മീഡിയാസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് തുറന്ന് കാണിക്കണം. അങ്ങനെ തുറന്ന് കാണിച്ചാൽ മാത്രമാണ് ഈ പറയുന്ന ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് മാറ്റം വരുത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും പറയാനുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ചാവ്.